വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ മാംഗോ സീസൺ ആണല്ലോ. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മാംഗോയും ബനാനയും കൊണ്ടൊരു സ്മൂത്തിയാണ്. വളരെ എളുപ്പത്തിൽ അറൗണ്ട് ഒരു 3 മിനിറ്റ്സ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്മൂത്തിയാണിത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നതെന്ന് പറയുന്നത് നീലൻ മാങ്ങയാണ്. അപ്പം എല്ലാം ശ്രദ്ധിക്കുകയെന്ന് പറയുന്നത് നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ നോക്കുക, അതായത് പുളിയില്ലാത്ത മാങ്ങ എടുക്കാൻ നോക്കുക. അപ്പോൾ നീലൻ മാങ്ങയ്ക്ക് പൊതുവേ പുളിയില്ലാത്തൊരു ടൈപ്പാണ്. അപ്പം എടുക്കുമ്പോൾ സ്മൂത്തി അങ്ങനത്തെ ടൈപ്പ് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മാംഗോ 2 മാംഗോയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതിങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഉള്ളത് റോബസ്റ്റ പഴമാണ്. 2 റോബസ്റ്റ പഴമാണ് നമ്മൾ എടുത്തേക്കുന്നത്. റോബസ്റ്റ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് പാലാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കട്ടിയാക്കി എടുത്ത പാലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് പാസ്ചറൈസ്ഡ് മിൽക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചൂടാക്കി തിളപ്പിച്ചെടുത്ത് തണുപ്പിച്ചെടുത്ത പാലും യൂസ് ചെയ്യാം. ഒരു ഗ്ലാസ് പാലാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പേർക്കൊക്കെ നന്നായി തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്ന സ്മൂത്തിയാണ്. ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അരിഞ്ഞു വെച്ച പഴവും മാങ്ങയും നമുക്ക് മിക്സിയിലിടാം. ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. നമുക്ക് മധുരത്തിനായി ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ ഒരു ഡയറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ഇതിലേക്ക് തേൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മാങ്ങ നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ 3 സ്പൂൺ പഞ്ചസാര മതിയായിട്ട് വരും. കൂടുതൽ മധുരം വേണ്ടവർ അതനുസരിച്ച് ചേർക്കുക. നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ സ്മൂത്തി അടിച്ചെടുത്തേക്കുന്നത്. നല്ല കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ സ്മൂത്തി അടിച്ചെടുത്തേക്കുന്നത്. ഒരുപാട് ലൂസ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത മാംഗോ നമുക്ക് സ്മൂത്തിയുടെ മുകളിലിട്ട് ഇതുപോലെ ഗാർണിഷ് ചെയ്തെടുക്കാം. സ്മൂത്തിയുടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു അടിപൊളി സ്മൂത്തിയാണ്. താങ്ക് യു.